തീർച്ചയായും അത്താഴ ഭക്ഷണത്തിൽ അനുഗ്രഹമുണ്ട്. ഒന്ന്, പണ്ഡിതന്മാർ പറയുന്നത് എന്താ? അത് നോമ്പുകാരന് നല്ല ശക്തി പകരുന്നു, അവന് നല്ല ഉന്മേഷം പകരുന്നു. മറ്റൊന്നെന്താണ്? യുബാരിക് ലഹു ഫീ അമലിഹി, അവന്റെ അമലുകളിൽ അവന് ബർക്കത്ത് ലഭിക്കുകയാണ്. മൂന്നാമത്തെ അനുഗ്രഹം എന്താണ്? ആ നോമ്പുകാരന് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആ നോമ്പ് ആവർത്തിച്ചു വരുന്നത് അവന്റെ മനസ്സിനൊരു മടുപ്പുണ്ടാക്കുകയില്ല. അതേപോലെ തന്നെ നാലാമത്തെ ബർക്കത്ത് എന്താണ്? അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫضലും അവന്റെ റഹ്മത്തും അവന്റെ മഗ്ഫിറത്തും അവന്റെ വിട്ടുവീഴ്ചയും ഒക്കെ അത്താഴം കഴിക്കുന്നവർക്കുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ പ്രത്യേകമായ പ്രാർത്ഥനയും മലക്കുകൾ ഈ അത്താഴം കഴിക്കുന്ന മനുഷ്യന് വേണ്ടി പാപമോചനത്തിന് വേണ്ടിയും അവന്റെ ഗുണത്തിന് വേണ്ടിയും ഒക്കെ തേടുന്നതാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമതായി സഹോദരങ്ങളെ, അതിന്റെ ബറക്കത്ത് അത് ഈ സമുദായത്തിന്റെ സവിശേഷതയാണ്. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ഒരു പ്രത്യേകമായ ബറക്കത്താണ് അത്താഴ ഭക്ഷണം. ആറാമത്തെ പുണ്യം എന്താണ്? ബറക്കത്ത് എന്താ? ഇഖാമത്തുസ് സുന്ന വംതിസാലു അവാമിരില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിലൂടെ നമ്മോട് കൽപ്പിച്ചൊരു കൽപ്പനയാണ്, ഒരു നിർദ്ദേശമാണ്. നിങ്ങൾ അത്താഴം കഴിക്കണേ. അപ്പൊ അത്താഴം കഴിക്കാനുള്ള കൽപ്പനയെ നമ്മൾ മാനിച്ച് ആ റബ്ബിനോടുള്ള ഒരു അനുസരണം പാലിച്ച് ആ സുന്നത്തിനെ നമ്മൾ ജീവിപ്പിച്ച് അങ്ങനെ ഒരു ഇബാദത്ത് ചെയ്യുന്നതിന്റെ കൂലിയും നമുക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ലഭിക്കുകയാണ്. അത് ആറാമത്തെ ബറക്കത്ത്. ഇനി നോക്കൂ, ഏഴാമത്തെ ബറക്കത്ത് എന്താണ്? ആ സമയത്തിന്റെ മഹത്വം, ബറക്കത്ത് അവന് കരസ്ഥമാവുകയാണ്. ഏതാണ് ആ സമയം? ചോദിച്ചോളൂ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് റബ്ബ് പ്രത്യേകം പറയുന്ന നേരമാണ്. ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? ചോദിക്കുന്നത് തരാം. ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ? അവന്റെ ദുആക്ക് ഉത്തരം തരാം. ആരുണ്ടെന്നോട് പാപമോചനത്തിന് തേടാൻ? ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാൻ റെഡിയാണ് എന്നിങ്ങനെ റബ്ബ് വിളിച്ചു പറയുന്ന യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ് സമാഇ ദുനിയാ, നമ്മോടടുത്ത ഒന്നാമത്തെ ആകാശത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇറങ്ങി വരുന്ന നേരമാണ് ആ അത്താഴത്തിന്റെ സമയം.